ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടന്ന PSC പരീക്ഷകളിൽ ഫിസിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സും ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ വരുന്ന എക്സാംസിന് നമുക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫിസിക്സ് ആണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ സൈലം PSCയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. നമ്മുടെ SIയുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ച് 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. ഓക്കെ, 999 ഫീ അടച്ച് SIയുടെ സ്പെഷ്യൽ ടോപ്പിക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തു വരാറുണ്ട്, എന്തുകൊണ്ടാണ്? ഓക്കെ, ഈ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ, നല്ല ഹൈറ്റിലേക്ക് പോകുന്ന ആൾക്കാർ മുകളിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാറുണ്ട്. എന്താണ് അതിന്റെ കാരണം? മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുകയാണ്? മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ഏതൊരു കാര്യത്തിന്റെ ഒഴുക്ക്, എന്തിന്റെ ഒഴുക്കാണെങ്കിലും എപ്പോഴും മർദ്ദം കൂടിയ ഭാഗത്തുനിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും. ഓക്കെ, എന്തൊരു കാര്യത്തിന്റെ ഒഴുക്ക് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും എന്തൊരു കാര്യത്തിന്റെയും ഒഴുക്കുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മൾ മുകളിലേക്ക് കയറുന്നു, മുകളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറവായിരിക്കും നമ്മൾ പറഞ്ഞു. നമ്മുടെ ശരീരത്തിൽ കൂടെ ഒഴുകുന്ന ദ്രാവകം രക്തമാണ്, അല്ലെ? ശരീരത്തിൽ കൂടെ ഒഴുകുന്ന ദ്രാവകം രക്തമാണ്. അപ്പൊ ഈ രക്തത്തിന് ഒഴുകാനുള്ള കഴിവുണ്ട്. പുറത്തുള്ള അന്തരീക്ഷ മർദ്ദം കുറവാണ്, നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള മർദ്ദം എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഈ മർദ്ദം കൂടിയ ഭാഗം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലാണ്, മർദ്ദം കുറഞ്ഞ ഭാഗം പുറത്താണ്. അപ്പൊ ഈ രക്തം എന്ത് ചെയ്യും? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് പോകാനായിട്ട് എന്ത് ചെയ്യും? ശ്രമിക്കും. അപ്പൊ നമ്മുടെ മൂക്കിലൊക്കെയുള്ള ചെറിയ രക്തക്കുഴൽ, വളരെ നേരത്തെ അത്ര കട്ടിയൊന്നും ഇല്ലാത്ത രക്തക്കുഴലുകൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിയിട്ട് എന്ത് ചെയ്യും? ആ രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ആ ഒരു രക്തസ്രാവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആൾക്കാർ പ്രത്യേകതരം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ അന്തരീക്ഷ മർദ്ദം കാരണമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കൂ. അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലുമായതിനാൽ, ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നമ്മുടെ ആൻസർ ഉണ്ട്, അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്ട്രോ ഉപയോഗിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നു. ഇതിനകത്തൊക്കെയും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് തന്നെയാണ്? അന്തരീക്ഷ മർദ്ദത്തിനെ തന്നെയാണ് നമ്മൾ ഇതിനകത്തൊക്കെയും പ്രയോജനപ്പെടുത്തുന്ന കാര്യം. ഫില്ലർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? മഷി എടുക്കാൻ പറ്റുന്നു. ഇതൊക്കെ അന്തരീക്ഷ മർദ്ദം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണെടാ? അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ ആണ്, അല്ലെ? ബാറാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. ഇനി മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ, അല്ലെ? മർദ്ദത്തിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. മർദ്ദത്തിന്റെ ഇക്വേഷൻ ചോദിച്ചാലോ? മർദ്ദം പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, അല്ലെങ്കിൽ ബലം ബൈ വിസ്തീർണം. ഓക്കെ, ബലം ബൈ വിസ്തീർണം. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് അറിയാം, വിസ്തീർണത്തിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് മർദ്ദത്തിന്റെ യൂണിറ്റ് ആയിട്ട് എന്ത് പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പറയാം. മർദ്ദത്തിന്റെ യൂണിറ്റ് ആയിട്ട് എന്ത് പറയാം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് മർദ്ദത്തിന്റെ യൂണിറ്റ് ആയിട്ട് പറയാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഭാരത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ഭാരം എന്ന് പറഞ്ഞാലും പിണ്ഡം, മാസ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണോ? ഭാരവും മാസും ഒന്നാണോ? ഒരിക്കലും അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുള്ള ആൾക്കാർ ഇപ്പൊ തന്നെ അങ്ങ് തിരുത്തിയേക്കുക. ഭാരവും മാസും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ? നിങ്ങൾക്ക് മനസ്സിലൊരു ആൻസർ ഉണ്ടാകും, അത് തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോ. മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം. ഓക്കെ, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ എത്രത്തോളം പദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പേനയാണെങ്കിൽ ഇതിൽ എത്രത്തോളം ദ്രവ്യം അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം മാറ്റർ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അതാണ് ഇതിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്.
ഈ മാസ് അല്ലെങ്കിൽ പിണ്ഡത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ കിലോഗ്രാം ആണ്. മാസ് അല്ലെങ്കിൽ പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അപ്പൊ എന്താ ഈ ഭാരം എന്ന് പറഞ്ഞാൽ? ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താന്ന് ചോദിച്ചാൽ, ഇപ്പോ നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഇരിക്കുന്നു. നമ്മളെ ഈ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഭൂമി താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലെ? ഭൂമി താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്, താഴേക്ക് ആകർഷിക്കുന്നുണ്ട്. ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. ഭൂമി ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു വസ്തുവാണല്ലോ. ഈ വസ്തുവിലേക്ക് ഭൂമി എത്ര ആകർഷണ ബലമാണോ പ്രയോഗിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത്. അപ്പൊ ആകർഷണ ബലം, അപ്പൊ ഭാരം എന്ന് പറഞ്ഞാൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. അതൊരു ബലം തന്നെയാണ് അല്ലെ? ഭാരം എന്ന് പറയുന്നത് ബലം തന്നെയാണ്. സോ ബലത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ SI യൂണിറ്റ്. ഭാരം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റിന്റെ SI യൂണിറ്റ് ബലത്തിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു യൂണിറ്റ് പറയാം, കിലോഗ്രാം വെയിറ്റ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വെറും കിലോഗ്രാം എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അത് മാസ് അല്ലെങ്കിൽ പിണ്ഡത്തിന്റെ യൂണിറ്റ് ആണ്. കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ യൂണിറ്റ് ആകും? നമ്മുടെ ഭാരത്തിന്റെ അല്ലെങ്കിൽ വെയിറ്റിന്റെ യൂണിറ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ ഇതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ചോദിച്ചത്. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, ന്യൂട്ടൺ ആണ്. ഭാരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ഭാരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ് ബാലൻസ് ആണ്, സ്പ്രിംഗ് ത്രാസ് ആണ്. ഓക്കെ, മാസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സാധാരണ ത്രാസ് ആണ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ആണ്. സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ് ആണ്. ഒരു വസ്തുവിന്റെ മാസ് എവിടെ പോയാലും സെയിം ആണ്, മാസ് മാറില്ല. നമ്മൾ ഭൂമിയിൽ നിന്നാലും ചന്ദ്രനിൽ പോയാലും സൂര്യനിൽ പോയാലും ചൊവ്വയിൽ പോയാലും എങ്ങോട്ട് പോയാലും ശരി, ഒരു വസ്തുവിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ഥിരസംഖ്യയാണ്, കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ആ വസ്തുവിന്റെ ഭാരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വസ്തുവിന്റെ ഭാരം മാറിക്കൊണ്ടിരിക്കും. ആ വസ്തുവിന്റെ ഭാരം സ്ഥലത്തിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. ഭൂമിയിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ വസ്തുക്കൾക്ക് ഓരോ ഭാരമാണ് ഉള്ളത് അല്ലേ? ഓക്കെ, അതൊക്കെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഭാരം മാറിക്കൊണ്ടിരിക്കും. പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ലെൻസിന്റെ പവറും ഫോക്കൽ ലെങ്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഇക്വേഷൻ? P is equal to 1/f. P is equal to 1/f. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് അല്ലെ? ഡയോപ്റ്റർ, D എന്ന് പറയും, ഡയോപ്റ്റർ എന്ന് പറയും. ഫോക്കൽ ലെങ്ത് എപ്പോഴും നമ്മൾ മീറ്ററിൽ വേണം പറയാൻ. ഈ ഇക്വേഷൻ പ്രകാരം ഫോക്കൽ ലെങ്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏത് യൂണിറ്റിൽ പറയണം? മീറ്ററിൽ വേണം പറയാനായിട്ട്. അപ്പൊ ഇവിടെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. F is equal to 25 സെന്റിമീറ്റർ ആണ് അല്ലെ? 25 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് മാറ്റണ്ടേ? മാറ്റണം. ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ചെയ്യുമ്പോൾ 0.25 മീറ്റർ എന്ന് കിട്ടുന്നു. 0.25 മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ P കണ്ടുപിടിക്കാം. P is equal to 1/f. P is equal to 1/f. നോക്കൂ, 1/0.25, അതായത് 100/25 എന്ന് വരും. എത്ര കിട്ടും ആൻസർ? 4 ഡയോപ്റ്റർ. 4 ഡയോപ്റ്റർ എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എയിൽ തന്നെ നമ്മുടെ ഉത്തരവുണ്ട്, 4 ഡയോപ്റ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് കാര്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കൃത്യം മനസ്സിലാക്കി വെക്കുക. ഇനിയിപ്പോൾ പവർ ആണ് തന്നത്, ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ നേരെ തിരിച്ച് ചെയ്താൽ മതി. F is equal to 1/p ആണ്. F is equal to 1/p ചെയ്താൽ മതി. ഓക്കെ, ശരി. കോൺവെക്സ് ലെൻസിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? സെന്റിഗ്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ, സെൽഷ്യസ് സ്കെയിലാണ്. ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡും ഫാരൻഹീറ്റും തുല്യമാവുന്നതാണ് ചോദ്യം. സെന്റിഗ്രേഡ് ആണെങ്കിലും അല്ലെങ്കിൽ സെൽഷ്യസ് ആണെങ്കിലും ഫാരൻഹീറ്റ് ആണെങ്കിലും എന്തിന്റെ യൂണിറ്റുകളാണ്? താപനിലയുടെ അല്ലെ? താപനില, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സ് ആണ്. ഓക്കെ, മറ്റൊരു യൂണിറ്റ് ഉണ്ടല്ലോ, അതേതാ? ടെമ്പറേച്ചറിന് കെൽവിൻ. ടെമ്പറേച്ചറിന്റെ അല്ലെങ്കിൽ താപനിലയുടെ SI യൂണിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കെൽവിൻ ആണ് ആൻസർ. SI യൂണിറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കെൽവിൻ ആണ് ആൻസർ. നമ്മൾ നേരത്തെ മാസും പിണ്ഡവും പറഞ്ഞു, മാസ് പിണ്ഡം ഭാരം, അത് പറഞ്ഞ പോലെ താപവും താപനിലയും ഒന്നാണോ? താപവും താപനിലയും ഒന്നല്ല, രണ്ടും രണ്ടാണ്. ഓക്കെ, താപം എന്ന് പറഞ്ഞാൽ
താപത്തിന്റെ യൂണിറ്റ് എന്താ വരിക? താപം എന്ന് പറഞ്ഞാൽ ഒരു ഊർജ്ജ രൂപമാണ് താപം എന്ന് പറയുന്നത്. താപത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ് വരിക. താപനില എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു താപത്തിന്റെ അളവിനെ പറയാൻ ഉപയോഗിക്കുന്ന സംഖ്യയാണ് താപനില. താപനില അല്ലെങ്കിൽ ഊഷ്മാവ്, ടെമ്പറേച്ചർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ, കെൽവിൻ. താപത്തിന്റെ ഇംഗ്ലീഷ് ഹീറ്റ് ആണ്, താപനില ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ശരി, കെൽവിൻ. SI യൂണിറ്റ് കെൽവിൻ ആണ്. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് ഒക്കെ താപനിലയുടെ മറ്റു യൂണിറ്റുകളാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡും ഫാരൻഹീറ്റും തുല്യമാകുന്നതാണ് ചോദ്യം. കുറെ പേരെങ്കിലും 40 എന്നുള്ളൊരു ഓർമ്മയിൽ അങ്ങനെ 40 എന്ന് പറഞ്ഞ് ഓപ്ഷനിലോട്ട് നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ 40 കാണും. തെറ്റാണ്. 40 അല്ല, -40 ആണ് ഉത്തരം. ഓക്കെ, -40 ആണ് നമ്മുടെ ഉത്തരം. -40 ആണ് ഉത്തരം. അപ്പൊ ജസ്റ്റ് നമുക്കൊരു കണക്ഷൻ അവിടെ നിന്ന് പഠിക്കാം. 3 ടെമ്പറേച്ചർ സ്കെയിൽസ് നമ്മൾ സർവ്വസാധാരണയായിട്ട് കേൾക്കുന്ന 3 എണ്ണമാണ് സെന്റിഗ്രേഡ് അല്ലെങ്കിൽ സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഇതിനെ 3 ഒന്ന് നമ്മൾ ആ ഒരു അക്ഷരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഒന്ന് എഴുതി നോക്കിയാലോ? C ആദ്യം വരും, F രണ്ടാമത് വരും, K ലാസ്റ്റ് വരും അല്ലെ? CFK. ഓക്കെ, നമ്മളിപ്പം സാധാരണ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 0 നടുവിൽ 0 ഉണ്ടെങ്കിൽ 0യുടെ ഇങ്ങോട്ട് പോകുമ്പോൾ നെഗറ്റീവ് വാല്യൂവും അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് ഉള്ളത് അല്ലേ? 0യുടെ ഇടത്തോട്ട് നെഗറ്റീവും വലത്തോട്ട് പോസിറ്റീവും. അപ്പൊ ഇങ്ങനെ ആലോചിക്കാൻ വേണമെങ്കിൽ നമുക്ക് സിയും എഫും സെൽഷ്യസും ഫാരൻഹീറ്റും, സെൽഷ്യസിലെയും ഫാരൻഹീറ്റിലെയും വാല്യൂസ് ഒരേപോലെ ആകുന്ന താപനില -40 ആണ്. -40 മൈനസ് വാല്യൂ ആണ് അവിടെ വരുന്നത്. ഇനി ഫാരൻഹീറ്റും കെൽവിനും സ്കെയിലിൽ ഒരേ വാല്യൂ കാണിക്കുന്ന താപനില 574.25 ആണ്. 574.25 ഒന്ന് പഠിച്ചു വെക്കണേ. 574.25. ഇനി സെൽഷ്യസും കെൽവിനും ഒരേ മൂല്യ ഊഷ്മാവ് കാണിക്കുന്നത് ഏത് താപനിലയിലാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. സെൽഷ്യസും കെൽവിനും ഒരേ മൂല്യം കാണിക്കുന്നത് നോക്കൂ. സെൽഷ്യസും കെൽവിനും അടുത്തടുത്ത് കിടപ്പുണ്ടോ? ഇല്ല. ഈ ഒരു രീതിയിൽ എഴുതി ആലോചിക്കുക. സെൽഷ്യസും കെൽവിനും അടുത്തടുത്ത് കിടപ്പില്ല. സെൽഷ്യസിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഇല്ല. ഒരേ മൂല്യം ഈ രണ്ട് സ്കെയിലിൽ ഒരേ മൂല്യം കാണിക്കുന്ന ഒരു ഊഷ്മാവ് ഇല്ല. അപ്പൊ സെൽഷ്യസും കെൽവിനും ഒരേ മൂല്യം കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ ഏതാണ്? നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിലാണ്. നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ സ്കെയിൽ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾക്ക് അറിയോ? ഏതാണ്? GXUVIMR എന്ന് പഠിക്കാം. GXUVIMR ഇപ്പൊ തന്നെ പഠിക്കുക. GXUVIMR. ഓക്കെ, ഇതിൽ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കൂടുകയാണ്. തരംഗദൈർഘ്യം കൂടുന്നു. ആവൃത്തി എന്ത് ചെയ്യുന്നു? ആവൃത്തി കുറയുന്നു. തരംഗദൈർഘ്യം കൂടുന്നു, ആവൃത്തി കുറയുന്നു. ഓക്കെ, അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം കിടക്കുന്ന ആളാരാ? ആറ്. ഈ ആറാരാ? റേഡിയോ തരംഗമാണ് അല്ലെ? ഈ എന്ന് പറയുന്നത് റേഡിയോ തരംഗമാണ്. അപ്പൊ തരംഗദൈർഘ്യം കൂടിയ തരംഗം ഏതാന്ന് ചോദിച്ചാൽ റേഡിയോ തരംഗമാണ്. ആവൃത്തി കൂടിയ തരംഗം എന്ന് ചോദിച്ചാലോ? ആവൃത്തി അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു പോവല്ലേ? അപ്പൊ ആവൃത്തി കൂടിയ തരംഗം എന്ന് ചോദിച്ചാൽ അത് ഗാമ തരംഗമായിരിക്കും. ആവൃത്തി കൂടുതൽ ഗാമയ്ക്കും തരംഗദൈർഘ്യം കൂടിയത് റേഡിയോ തരംഗത്തിനും ആയിരിക്കും. GXUVIMR. ഓക്കെ, നെക്സ്റ്റ്. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നു. എന്താണ് പാലായന പ്രവേഗം? ഇപ്പൊ ഞാനൊരു വസ്തുവിനെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചത് ഈ ഭൂമിയിലേക്ക് തന്നെ വന്ന് വീഴും അല്ലെ? കാരണം ഭൂമിയുടെ ആകർഷണ വലയത്തിന്റെ ഉള്ളിലായതുകൊണ്ട്. നമ്മളൊരു വസ്തുവിനെ എടുത്ത് എറിയുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ പറഞ്ഞു വിടുന്നു. ഈ വസ്തു തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ പാടില്ല. ഭൂമി വിട്ട് പുറത്തേക്ക് പോകണം. അതായത് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് ശാശ്വതമായി പുറത്തേക്ക് കടക്കാൻ ഒരു വസ്തുവിനെ നമ്മൾ എറിയേണ്ട ആ ഒരു പ്രവേഗം, ആ ഒരു വെലോസിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് അതിന്റെ പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഭൂമിയുടെ പാലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 km/s ആണ്. ഇതൊരു സ്ഥിര സംഖ്യയാണ്. ഇത് വസ്തുക്കളുടെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഒരു ചെറിയൊരു ഉറുമ്പ്, വലിയൊരു ആന, ഇവന്മാരെ രണ്ടുപേരെ എനിക്ക് ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തെത്തിക്കണമെങ്കിൽ രണ്ടുപേരെയും ഞാൻ 11.2 km/s വേഗതയിൽ പറഞ്ഞു വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ വസ്തുക്കളുടെ മാസിനെ എന്ത് ചെയ്യുന്നില്ല? പാലായന പ്രവേഗം ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് 20 ഗ്രാം
മാസമുള്ള വസ്തുവാണെങ്കിലും 100 ഗ്രാം മാസമുള്ള വസ്തുവാണെങ്കിലും എന്താണെങ്കിലും ശരി പാലായന പ്രവേഗം എത്ര തന്നെ ആയിരിക്കും? പാലായന പ്രവേഗം 11.2 km/s തന്നെ ആയിരിക്കും. പാലായന പ്രവേഗത്തിന്റെ യൂണിറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. km/s ആണ്. ശ്രദ്ധിക്കണേ, km/s. ഓക്കെ. ചന്ദ്രനിലെ പാലായന പ്രവേഗം എത്രയാണെടാ? ചന്ദ്രനിലെ പാലായന പ്രവേഗം 2.38 km/s ആണ്, അല്ലെങ്കിൽ 2.4. ഓക്കെ, റൗണ്ട് ചെയ്ത് 2.4 എന്ന് എടുക്കാം. 2.38 കറക്റ്റ് വാല്യൂ, 2.4 എന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം. ചന്ദ്രനിലെ പാലായന പ്രവേഗം. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ല എന്ന് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിയാം. ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതിന്റെ കാരണം ചന്ദ്രന്റെ ഈ കുറഞ്ഞ പാലായന പ്രവേഗമാണ്. ചന്ദ്രനിലെ പാലായന പ്രവേഗം കുറഞ്ഞതാണ് അന്തരീക്ഷം ഇല്ലാത്തതിന്റെ കാരണം. ഓക്കെ, നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. എന്താണ് പ്ലവക്ഷമ ബലം? ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ ആ ദ്രാവകം ആ വസ്തുവിലേക്ക് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ്. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ശരിയാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, പ്ലവക്ഷമ ബലം 2 കാര്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഒന്ന്, ദ്രാവകത്തിന്റെ സാന്ദ്രത. ദ്രാവകത്തിന്റെ സാന്ദ്രത, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദ്രാവകത്തിന്റെ സാന്ദ്രതയെ പ്ലവക്ഷമ ബലം ആശ്രയിക്കുന്നുണ്ട്. ദ്രാവകത്തിന്റെ സാന്ദ്രത കൂടുമ്പോൾ അത് പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇനി മറ്റൊന്ന് വസ്തുവിന്റെ വ്യാപ്തമാണ്. വസ്തുവിന്റെ വ്യാപ്തം കൂടിയാലും പ്ലവക്ഷമ ബലം എന്ത് ചെയ്യും? പ്ലവക്ഷമ ബലം കൂടും. ഓക്കെ അല്ലേ? അപ്പൊ പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. ശരിയാണ്. 3ാമത്തെ പ്രസ്താവന നോക്കൂ. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. അതും ശരിയാണ്. 2ാമത്തെ പ്രസ്താവന നോക്കാം. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതും ശരിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇട്ടു. നമ്മൾ അതിനെ ഇട്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു? കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. ഈ പുറത്തേക്ക് പോയ വെള്ളത്തിനെയാണ് നമ്മൾ ആദേശം ചെയ്ത ദ്രാവകം എന്ന് പറയുന്നത്. പുറത്തേക്ക് പോയ വെള്ളം. നമ്മളൊരു വസ്തുവിനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ എത്ര വെള്ളമാണ് ആദേശം ചെയ്തു പോയത്, എത്ര വെള്ളമാണോ പുറത്തേക്ക് പോയത്, ആ വെള്ളത്തിനൊരു ഭാരം ഉണ്ടാവില്ലേ? ആ ഒരു വെള്ളത്തിന്റെ ഭാരം തന്നെയായിരിക്കും അവിടെ ആ വസ്തുവിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലവും. ആ വസ്തുവിന് അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ ആ വസ്തു ആദേശം ചെയ്ത ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യം തന്നെ ആയിരിക്കും. 9ാം ക്ലാസ്സിൽ ആർക്കിമിഡീസ് തത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്ത് ചെയ്യുക? ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് നോക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ചൊക്കെ നോക്കി പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഇത് 3ഉം ശരിയാണ്. ഇവയെല്ലാം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഓക്കെ, മുകളിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴോട്ട് വീഴുകയാണ് അല്ലേ? ഒരു ചെടിച്ചട്ടി ഇവിടെയുണ്ട്. ആ ചെടിച്ചട്ടി എന്ത് ചെയ്യുന്നു? ആ ചെടിച്ചട്ടി താഴോട്ട് വീഴുന്നു. ഇവിടെയാണ് തറ. താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചലനം കൊണ്ട് ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജം ഗതികോർജ്ജമാണെന്ന് നിങ്ങൾക്കറിയാം. കൈനറ്റിക് എനർജിയാണ്. അത് ചലിക്കുകയാണ്, ഗതികോർജ്ജമുണ്ട്. തറയിൽ എത്തിയിട്ടുണ്ടോ? ഇല്ല. പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തറയിൽ നിന്ന് ഒരു ഉയരത്തിൽ തന്നെയാണത് നിൽക്കുന്നത്. ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജ്ജം ഏത് ഊർജ്ജമാണെന്ന് ചോദിച്ചാൽ സ്ഥിതികോർജ്ജമാണ്. അപ്പോൾ താഴെ എത്തിയിട്ടില്ല, പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൈറ്റിൽ തന്നെ നിപ്പുണ്ട്, ചലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വസ്തുവിന് 2 ഊർജ്ജവും ഉണ്ട്. സ്ഥിതികോർജ്ജവും ഉണ്ട്, ഗതികോർജ്ജവും ഉണ്ട്. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വസ്തു വീണുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വസ്തു താഴേക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ സ്ഥിതികോർജ്ജം കുറയും. എന്ത് ചെയ്യടാ? സ്ഥിതികോർജ്ജം കുറയും, ഗതികോർജ്ജം കൂടും. ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ടാണ് എറിഞ്ഞതെങ്കിൽ അവിടെ അതിന്റെ സ്ഥിതികോർജ്ജം കൂടും, ഗതികോർജ്ജം കുറയും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പോൾ സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mgh എന്ന് പറയുന്നതാണ് സ്ഥിതികോർജ്ജം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ h എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് ആണ്. h എന്ന് പറഞ്ഞാൽ ഉയരമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഹൈറ്റ് കൂടുകയല്ലേ, ഹൈറ്റ് കൂടുകയാണ് അല്ലേ? അപ്പൊ ഹൈറ്റ് കൂടുമ്പോൾ ഉറപ്പായിട്ടും സ്വാഭാവികമായിട്ടും സ്ഥിതികോർജ്ജം എന്ത് ചെയ്യും? സ്ഥിതികോർജ്ജം കൂടും. സ്ഥിതികോർജ്ജം കൂടുമ്പോൾ ഗതികോർജ്ജം കുറയും.
അപ്പൊ മുകളിലേക്ക് എറിഞ്ഞൊരു വസ്തുവിന്റെ സ്ഥിതികോർജ്ജം കൂടുന്നു, ഗതികോർജ്ജം കുറയുന്നു. ഇനി ആ വസ്തു താഴേക്കാണ് വരുന്നതെങ്കിലോ അവിടെ ഹൈറ്റ് കുറയുകയാണ് അല്ലെ, ഹൈറ്റ് കുറയും. ഹൈറ്റ് കുറയുമ്പോൾ സ്ഥിതികോർജ്ജം കുറയും, സ്ഥിതികോർജ്ജം കുറയും, ഗതികോർജ്ജം എന്ത് ചെയ്യും, ഗതികോർജ്ജം കൂടും. അപ്പൊ ബാരപ്പറ്റി വെച്ചിരിക്കുന്ന ചെടി താഴോട്ട് വീഴുന്ന സമയത്ത് ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു. സ്ഥിതികോർജ്ജം കുറയുന്നു, ഗതികോർജ്ജം കൂടുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ. 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഉത്തോലകങ്ങൾ അറിയാമായിരിക്കും. 1ാം വർഗം, 2ാം വർഗം, 3ാം വർഗം എന്ന് ഇങ്ങനെ 3 ടൈപ്പ് ഉത്തോലകങ്ങളുണ്ട് അല്ലേ. അതിൽ ഉത്തോലകത്തിൽ 3ാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. 3ാം വർഗ ഉത്തോലകത്തിന്റെ കോഡ് എന്താണ്? 3 ഐസ് ചവച്ചു എന്നൊരു കോഡുണ്ട് അല്ലെ. 3 ഐസ് ചവച്ചു എന്ന് പഠിക്കാം. 3 ഐസ് ചവച്ചു. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുമ്പോൾ 3ാം വർഗ ഉത്തോലകമാണ്. ഐസ് ഐസ്റ്റോങ്സ് ആണ്. ഐസ് എന്ന് പറഞ്ഞാൽ ഐസ്റ്റോങ്സ്, ഐസ് എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഐസ്റ്റോങ്സ്, അത് 3ാം വർഗ ഉത്തോലകമാണ്. ചവ എന്ന് പറയുമ്പോൾ ചവണ. ചൂ എന്ന് പറയുമ്പോൾ ചൂണ്ടയുമായി ബന്ധപ്പെടുത്തുക, ചൂണ്ട. അപ്പൊ ഐസ്റ്റോങ്സ്, ചവണ, ചൂണ്ട ഇതൊക്കെ 3ാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാ ആൻസർ? ചവണയാണ് ആൻസർ. ഉത്തോലകത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം കേട്ടോ, ക്ലാസ് ആയിട്ട്. ഓക്കെ, ഇപ്പൊ 3ാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണം ചവണയാണ് തന്നിരിക്കുന്നത്. ബാക്കി നാരങ്ങ ഞെക്കിയാണെങ്കിലും ബോട്ടിൽ ഓപ്പണർ ആണെങ്കിലും 2ാം വർഗ ഉത്തോലകമാണ്. കത്രികയാണെങ്കിൽ 1ാം വർഗ ഉത്തോലകം ആണ്. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എന്താണ് ദോലന ചലനം? ഒരു വസ്തുവിന്റെ 2 ഡയറക്ഷനിലേക്കുള്ള ചലനം. ഇവിടെ ഒരു വസ്തു ഉണ്ട്, ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഈ വസ്തു അങ്ങോട്ട് പോകുന്നു, തിരിച്ചിവിടെ വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു. ഒരു തുലന സ്ഥാനത്തെ ആധാരമാക്കി ഒരു വസ്തു 2 ദിശകളിലേക്കും 2 ഡയറക്ഷനിലേക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ദോലനം, ഓസിലേഷൻ. ഓക്കെ, സ്പീഡായിട്ടുള്ള ദോലനത്തിന് പറയുന്ന പേരെന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നു വളരെ ഫാസ്റ്റ് ആയിട്ട്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾക്ക് പറയുന്ന പേരാണ് കമ്പനം അല്ലെങ്കിൽ വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയല്ലേ പോകുന്നത്, അപ്പൊ അത് ദോലനമാണ്. ഊഞ്ഞാലിന്റെ ചലനം, ഊഞ്ഞാല് ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് അല്ലെ, ദോലനം തന്നെയല്ലേ, ദോലനം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനമാണ്. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഈ വീണക്കമ്പി മീട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു അല്ലെ, അതും ദോലനം തന്നെയാണ്, അതും ദോലനത്തിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഉദാഹരണം അല്ലാത്തതാണ് ചോദ്യം. ജെയിന്റ് വീലിന്റെ ചലനം, വട്ടത്തിലാണ് കറങ്ങുന്നത് അല്ലെ, അപ്പൊ ജെയിന്റ് വീലിന്റെ ചലനം ദോലനത്തിന്റെ ഉദാഹരണം അല്ല. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈസി ആയിട്ട് പഠിക്കുക. സയൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു വിഷയമാണ് അല്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്